ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ് ഗൈസ്. അപ്പം കുറേ ദിവസമായി എൻ്റെ സ്കിന്നിൽ ഞാനൊന്ന് കെയർ ചെയ്തിട്ട് അപ്പം ഭയങ്കരമായിട്ട് പിമ്പിൾസൊക്കെ വന്ന്, ഇവിടെയൊക്കെ പിമ്പിൾസൊക്കെ വന്ന് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയായി. സ്കിന്ന് കെയർ ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിച്ചായിപ്പോയി. അപ്പം ഇന്ന് എന്തായാലും ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ആകെ മൊത്തം കുളമായി ഫേസ്. അപ്പം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്: പഞ്ചസാര, മെൽറ്റാനിമിറ്റി, നീം. ഇത്രയും സാധനം മതി. ഇത് വെച്ച് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം. പിമ്പിൾസ് പോകും. അതുപോലെ തന്നെ ഓയിലി സ്കിന്നാണെങ്കിൽ ഓയിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവും. അപ്പം ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഗൈസ്, നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തു. പണ്ടിങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പിമ്പിൾസ് വരുമായിരുന്നു. ഒരു +2 പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു 9ാം ക്ലാസ് അങ്ങാണ്ടായപ്പോഴാണ് ഇങ്ങനെ പിമ്പിൾസൊക്കെ വരാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് പിമ്പിൾസ് ആയിരുന്നു. ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോകുമായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ പിമ്പിൾസൊക്കെ വരുമ്പോഴത്തേനും. ഞാനപ്പോൾ ഇങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യും, ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് നോക്കും, എങ്ങനെയെങ്കിലും പിമ്പിൾസ് മാറാനുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കും. എന്നിട്ട് രാത്രി 12 മണി 1 മണി ഒന്നും ആകുമ്പോൾ ഉറക്കം വരില്ല. എനിക്കിങ്ങനെ ടെൻഷനാണ്. എന്നിട്ട് ഞാൻ ഓരോ പരീക്ഷണമാണ്, രാത്രി 12 മണിക്കൊക്കെ ഇങ്ങനെ പരീക്ഷണമാണ്. അപ്പോൾ കുറയും, അറിയില്ലാത്ത പ്രായമല്ലേ, നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിവില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മളിങ്ങനെ ഉറക്കം ഉളയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ടെൻഷൻ ആകുമ്പോഴും ഹോർമോണിൻ്റെ ചേഞ്ച് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഓയിലി സ്കിന്നാണെങ്കിൽ, ആക്നി പ്രോൺ സ്കിന്നാണെങ്കിൽ ഇങ്ങനെ പിമ്പിൾസ് വരും. ഹോർമോൺ ചേഞ്ചൊക്കെ ഉണ്ടാകുമ്പോഴാണ് ബേസിക്കലായിട്ട് ഇങ്ങനെ ആക്നി ഇങ്ങനെ ഒരുപാടാവുന്നത്, വലിയ വലിയ ആക്നീസൊക്കെ ആവുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്താൽ നമുക്കതൊക്കെ കുറയും. മടി പിടിച്ചുകൊണ്ടിരുന്ന ഇതിൽ തന്നെ എന്നെപ്പോലെ പിന്നെ പിമ്പിൾസ് വരുന്നു മാറിയതായിരുന്നു. പെട്ടെന്ന് ഞാനത് എന്താ പറയുക, അവോയ്ഡ് ചെയ്തു കെയറിങ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പിമ്പിൾസ് വന്നു. അപ്പം പിമ്പിൾസ് ഉള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കെയർ ചെയ്യുക നമ്മുടെ സ്കിന്ന്. അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ പിമ്പിൾസ് വരും വീണ്ടും. നന്നായിട്ട് കെയർ ചെയ്യുക. അതിനായിട്ടുള്ള എന്തൊക്കെ പ്രൊഡക്റ്റാണോ നമ്മുടെ സ്കിന്നിന് സൂട്ടാവുന്ന എന്തൊക്കെയാണോ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ട്രൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം, എന്നെപ്പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, ഒരു പാക്കറ്റിട്ട് ചുടുകൾ വരും. നമുക്ക് ഇനി ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ മറക്കാതെ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.